കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകളെല്ലാം കാണുന്ന ഫർദാനേ. ദണ്ഡങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ. മാനസം തേങ്ങും റുകൂയിലും പിന്നെ സുജൂദിലും മന്നാനെ കണ്ണീരാണെന്റെ നിസ്കാരപ്പായിലും. എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ, എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിന്നായിരവോതാം ഞാൻ. ഇന്ന് നമ്മളുള്ളത് പാലക്കാടാണ്. പാലക്കാട് ഏഷ്യാന ഓൾഡ് ഏജ് ഹോമിലാണ്. പാലക്കാട് എടത്തറ 5-ാം മൈലിലാണ് ഈ സ്ഥലം. നമ്മുടെ സരസ്വതിയാണ് ഈ ഒരു സ്ഥലം പരിചയപ്പെടുന്നത്. സ്നേഹവീടിൻ്റെ ഒരു സ്നേഹസദ്യയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ അമ്മനെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. സുന്ദരി അമ്മേ. ഇല്ല നോക്കുന്നില്ല, സാരല്ല. ആരും നോക്കിയിട്ടില്ലെങ്കിലും ദൈവം നോക്കും. സന്തോഷാണ്. വേഗം പോണ്ട, സാവധാനം പോയാ മതി. വേഗം പോകുന്നു വേണ്ട കേട്ടോ, സങ്കടപ്പെടല്ലേ. എനിക്ക് അമ്മയില്ല അച്ഛനും ഇല്ല, അവരൊക്കെ മരിച്ചു. സ്വന്തം അമ്മനെ പോലെയാണ്. സങ്കടം വേണ്ട കേട്ടോ. ഇവിടെ കൊറേ ആളുകൾ നിങ്ങളെ കാണാൻ വന്നു. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളുള്ളത് പാലക്കാട് എടത്തറയാണ്. എടത്തറയിലെ 5-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ നമ്മൾ വരാൻ കാരണം എന്താ വെച്ചാൽ ഏഷ്യാന ഓൾഡ് ഏജ് ഹോം പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇവരാണ് അതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങാനുള്ള കാരണമൊക്കെ മാമിനോട് ചോദിച്ചറിയാം. ശാരദ മാം ഞാൻ ഒന്ന് പറയും വിശദമായിട്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം ആശയം വന്നത്? മാം ആരെങ്കിലും വർക്ക് ചെയ്യാറുണ്ടോ? എനിക്കൊരു അനിയത്തിയുണ്ട്, ഹാൻഡിക്യാപ്പാണ്, ജനറൽ ഹാൻഡിക്യാപ്പാണ്. അപ്പോൾ അച്ഛനമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് ഞാനാണ് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ആവാറായപ്പോൾ പിന്നെ ആരും അവള് വേണ്ട. എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ 38 വർഷം. 38 വർഷം കോഴിക്കോടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ നോക്കാനാവില്ല. പിന്നെ ഇവിടെ വന്ന് കുറച്ച് സ്വപ്നങ്ങളൊക്കെ നോക്കി, പക്ഷേ സ്വപ്നങ്ങൾ നമ്മൾ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു പോസ്റ്റും കുറേ പറയുന്നുണ്ട്, 35-40 പറഞ്ഞിട്ടുണ്ട്. പെർ ഡേ അപ്പോൾ നമുക്കത് റിട്ടയർമെൻറ്റ് കഴിപ്പിച്ചില്ലായിരുന്നു. ഇതേ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തുടങ്ങിയാൽ എന്നെപ്പോലെ ഇനി ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ നമുക്ക് സഹായിക്കാം. അങ്ങനെ തുടങ്ങിയിരുന്നു. ഫസ്റ്റ് തുടങ്ങുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? ഫസ്റ്റ് തുടങ്ങുമ്പോൾ അതുണ്ടായിരുന്നു. കുറച്ച് 5-6 മാസം പിടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ വരാൻ വേണ്ടി. ഇപ്പോൾ ഗവൺമെന്റിന്റെ സഹായം ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ നടത്തിപ്പിന് മന്ത്ലി എത്ര എക്സ്പെൻസ് വരും? എനിക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 1.5 ലക്ഷം രൂപ വരും. ഈ ക്യാഷ്, ഈ ഫണ്ട് നിങ്ങൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? എങ്ങനെ കാണും? മാമന്റെ ഓണാണോ സ്വന്തം? കുറേയൊക്കെ കാലം ഞാൻ തന്നെ ഇട്ടു. ഫുഡായിട്ട് എല്ലാവരും ചിലപ്പോൾ സഹായിക്കും. ബാക്കി തുണികൾ, കുട്ടികൾ എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരിച്ചു. എന്തെങ്കിലും സഹായം വരുന്നുണ്ട് അവിടെ. മാമിനെ പോലും മോണുള്ളതാണ്. എനിക്ക് ഒരു മോളും ഒരു മോനും ഉണ്ട്. മോളെ വിവാഹം കഴിഞ്ഞതാണ്. അവിടെ മോള് ബോംബെ. നിങ്ങളുടെ പേര്? ആശ്ര. എങ്ങനെയാണ് ഇവിടെ പഠിച്ചത്? ഞങ്ങളൊരു ഓട്ടിസ്റ്റിക് സെന്ററിന്റെ ഗ്രൂപ്പാണ്, ഓട്ടിസ്റ്റിക്കിന്റെ ഒരു ഗ്രൂപ്പാണ്. ഇതിന്റെ മകൻ ഓട്ടിസ്റ്റിക് ആണ്, എൻ്റെ പേരെക്കുട്ടി ഓട്ടിസ്റ്റിക് ആണ്. അങ്ങനെ ഞങ്ങളൊരു പരിചയപ്പെട്ടു. അപ്പോൾ ആ റിലേഷനിൽ എപ്പോഴും ഉണ്ട്. ഇവിടെ വരാറുണ്ടോ? ആദ്യം ഫസ്റ്റ് ടൈമാണ്. സുധിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമുക്ക് ഒരു ദിവസം പോവാം, അവിടെ സ്നേഹസമ്മാനങ്ങൾ കൊടുക്കുക, അതുപോലെ സ്നേഹവീടിൻ്റെ ഒരു സ്നേഹസദ്യ അവിടെ വെക്കുക. അങ്ങനെയാണ് പാലക്കാട് എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. വലിയ സന്തോഷം. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ആരെങ്കിലും തളർന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ എല്ലാവരും പുറത്തേക്ക് തള്ളിവിടുകയാണ്. ഇതുപോലെയുള്ള ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് തള്ളിവിടുകയാണ്. അതായത് ഇവിടെ
വീട്ടിലുള്ള ഒരു അമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ അമ്മക്ക് മക്കളുണ്ട്, സ്വത്തുണ്ടായിരുന്നു. അമ്മയുടെ സ്വത്തും വീടൊക്കെ മക്കൾക്ക് കൊടുത്തു. പക്ഷെ മക്കൾക്ക് അമ്മനെ വേണ്ട. അത് നല്ല സുന്ദരിയായ അമ്മ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന അമ്മ. ഇവിടെ നല്ലൊരു അമ്മ, പല തുള്ളി പെരുവെള്ളമാണ്, പലപ്പോഴും ഹെൽപ്പ് ചെയ്യുമ്പോൾ. പക്ഷെ നമുക്കൊന്ന് പറയാൻ പറ്റും, പബ്ലിക്കിനോട് നമുക്കത് പറയാൻ പറ്റും. പബ്ലിക്കിൽ സഹായിക്കാൻ താല്പര്യമില്ല, ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ടാവും. അവർ മാമിനെ കോൺടാക്ട് ചെയ്യും. തീർച്ചയായിട്ടും മാമിൻ്റെ ഒരു ഡ്രീം അത് പൂവണിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വലിയൊരു അതെ, പാവങ്ങൾക്കുള്ള ഒരു കൊട്ടാരം പണിയാൻ കഴിയട്ടെ. അതിൽ കണ്ട മുതുകാട് സാർ ചെയ്യുന്ന പോലെ വലിയ തരത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ, അതായത് ഇതേപോലെയല്ല നല്ല ഫെസിലിറ്റീസ് ഇവിടെ വന്നപ്പോൾ. പേരെന്തായിരുന്നു? പത്മിനി. നിങ്ങളെ പേര്? വിക്ടോറിയ. ഓക്കെ, വിക്ടോറിയ. പേര്? നാജി. അവരെ മോനാണല്ലേ? പേരെന്തായിരുന്നു? ചന്ദ്രൻ. വീട് എവിടെയായിരുന്നു? പാലക്കാട്. പേര്? ദാമോദരൻ നായർ. വെരി നൈസ്. സുജാത. പേരെന്തായിരുന്നു അച്ഛൻ്റെ പേര്? ശങ്കരനാരായൺ. സന്ധ്യ. നന്ദിയുണ്ട്. പേരെന്തായിരുന്നു? സരോജി. ഏട്ടൻ്റെ പേര്? സന്തോഷ്. നമ്മുടെ മകനാണ് സന്തോഷം. അമ്മയും മകൻ്റെ മകനാട്ടോ. 26-ാമത്തെ വയസ്സിൽ ലോറി അടിച്ചപ്പോൾ ലോറി നിർത്താണ്ട് പോയി. ഓക്കെ. അപ്പോൾ പിന്നെ 3-4 മാസം അബോധാവസ്ഥയിലായി. പിന്നെ ബോധം വന്നപ്പോൾ അരക്കത്തായ റിയലൈസേഷൻ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്രയായി? 4-5 കൊല്ലം. 4 കൊല്ലം. അപ്പോൾ ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലി ഭാര്യ 6 മാസം വീടുണ്ടായിരുന്നു. അവിടെ പോയി. അവിടെ പോയ ശേഷം ഈ കാലം 26 കൊല്ലത്തോളം ഈ അമ്മ കൊല്ലുപോലെ നോക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് പാലക്കാട് പോയതാണ്. അപ്പോൾ തൃശ്ശൂർ പോയപ്പോൾ അടുത്തൊരു ഡോക്ടറാണ് ഇവരെ റെപ്രസെന്റ് ചെയ്തത്. ഇങ്ങനെ ആരും ഓൾഡ് ഏജ് ഹോമിന്റെ ഡയറക്ടർ ശാരദ മാം, മാനേജർ ജിജേഷ്, അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് സുമി അജിത്, അവരെ പ്രിയ കൂട്ടുകാരി പ്രിയ, അതുപോലെ സ്നേഹവീടിന്റെ എല്ലാമായ അനിൽകുമാർ അരിക്കുളം, സുനിൽ കൊയിലാണ്ടി, ഫൗസിയ, മുബി കണ്ണൂര്, ബേബി മലപ്പുറം, ഷുക്കൂർ, അതുപോലെ ഷുക്കൂറിന്റെ 2 പ്രിയ കൂട്ടുകാര്, സ്നേഹവീടിലെ പ്രവാസ ലോകത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നൗഫൽജി, ദാസേട്ടൻ തുടങ്ങിയ ഒരുപാട് സ്നേഹപുഷ്പങ്ങൾ, അതുപോലെ സ്നേഹവീടിന്റെ 2015 മുതൽ സ്നേഹവീടിന്റെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആരിഫ് അഫ്സൽ, ജുനൈദ്, ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതോടൊപ്പം ഇന്നിവിടെ എത്തിപ്പെടാനുള്ള പ്രധാന കാരണം സ്നേഹവീട്ടിലെ സ്നേഹപുഷ്പമായ സരസ്വതിയാണ്. ഇങ്ങനെ പാലക്കാട് എടത്തറ 5-ാം മൈലില് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ശാരദ മാം എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ തുടക്കം. അതൊക്കെ അറിഞ്ഞപ്പോൾ ഇവിടെ വരണമെന്നും, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് അച്ഛനമ്മമാരെ കാണാൻ പറ്റി. അവരുടെ ഓരോരുത്തരും സ്റ്റോറി കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത നൊമ്പരം തോന്നി. ഭൂമിയിൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവരെ പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പറ്റും അച്ഛനമ്മമാരെ. അവരോട് എല്ലാം ചോദിച്ചപ്പോൾ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷവാന്മാരും സന്തോഷവതികളാണ്. അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി അത് ഇവിടുന്ന് കൊടുക്കുന്ന മാനേജർ ജിജേഷും അതുപോലെ ശാരദാമയും കൊടുക്കുന്ന ആ ഒരു സ്നേഹം. ഒരു മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് സ്നേഹമാണ്.
എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹം മാത്രമാണ്. ഇവിടെ ഒരു അമ്മ ഉണ്ട്, 90 വയസ്സുള്ള ഒരു സുന്ദരിയായ അമ്മ. നമുക്ക് ഇവിടെ വരാൻ പറ്റിയില്ല, അകത്താണ്. ആ അമ്മയുടെ സ്റ്റോറി ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം വന്നു. ആ അമ്മക്ക് 7 മക്കളാണ്, 4 ആൺമക്കളും 3 പെൺകുട്ടികളും. അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ജീവിച്ചിരിക്കുക, അവർ ചെയ്തൊരു തെറ്റെന്താ വെച്ചാല് ഇതാണ് ആ അമ്മ കേട്ടോ, 90 വയസ്സുള്ള അമ്മ. ഇതാണ് സുന്ദരിയായ അമ്മ. അമ്മയുടെ 7 മക്കളും അമ്മയെ തിരിഞ്ഞു അമ്മയുടെ അവസ്ഥയാണ്. ആരാരുമില്ലാത്ത ആളുകൾക്ക് ദൈവം ആരെങ്കിലുമൊക്കെ ഭൂമിയിൽ കൊടുക്കുമെന്നതാണ് ഈ ഒരു ഏഷ്യാന ഓൾഡ് ഏജ് ഹോം തെളിയിക്കുന്നത്. തന്റെ നല്ല കാലം എയർ ഇന്ത്യയിലായിരുന്നു ശരധാമന്റെ ജോലിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം അവർ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് അവരോട് ചോദിച്ചപ്പോൾ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒറ്റപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ച് ഇനിയുള്ള കാലം ജീവിക്കണം. അതുപോലെ അവരെ വലിയൊരു സ്വപ്നമാണ് ഈ ഒരു ഏഷ്യാന ഓൾഡ് ഏജ് ഹോം റെന്റലിലാണ് സ്വന്തമായിട്ട് ഭൂമി വാങ്ങിച്ച് അവിടെ ഒരു ബിൽഡിംഗ് എല്ലാം പണിത് എല്ലാ ആധുനിക സൗകര്യത്തോടും കൂടി ഈ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ആരാരുമില്ലാത്ത ഒറ്റപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരെ വലിയൊരു ആഗ്രഹം. സ്നേഹവീട് എന്ന കൂട്ടായ്മ 2015 ദുബായ് സബീൽ പാർക്കിൽ വെച്ചാണ് അതിന്റെ തുടക്കം. ഒരു പറ്റം സുഹൃത്തുക്കള്, പല സ്ഥലങ്ങളിലുള്ള ജാതി മതഭേദമന്യേ ഒരു പറ്റം സുഹൃത്തുക്കള്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്നേഹശൂന്യതയാണ്. നമ്മളിൽ സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകത്ത് പട്ടിണി പാവങ്ങൾ ഉണ്ടാവില്ല, ആരാരുമില്ലാത്തവരുണ്ടാവില്ല. സ്നേഹം വേണം എന്നാണ് സ്നേഹവീട് പറയുന്നത്. ഞങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാറ്റിവെച്ചാണ് ഇതുപോലുള്ള സ്നേഹ സമ്മാനങ്ങളും സ്നേഹസദ്യയൊക്കെ ഒരുക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തിരക്കിനിടയിൽ ഇവിടെ എത്തിയ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് സുമി അജി, ഒരുപാട് നന്ദിയോടെ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ ശാരദാമയം, പ്രിയ, മറ്റു സ്നേഹപുഷ്പങ്ങളും, അതുപോലെ ഇവിടുത്തെ എന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അച്ഛനമ്മമാർ. അപ്പൊ എന്താണെങ്കിലും സ്നേഹവീടിന്റെ ഒരുപാട് കാലങ്ങളായിട്ട് എന്റെ കൂടെയുള്ള ആളാണ് സുനിൽ കൊയിലാണ്ടി. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ഇവിടെ കൂടുതൽ സമയമില്ല സംസാരിക്കാൻ, അപ്പൊ പെട്ടെന്ന് സംസാരിച്ച് നമുക്ക് പരിപാടിയിലേക്ക് എടുക്കാം. എൻ്റെ പേര് സുനിൽകുമാർ, കൊയിലാണ്ടിയാണ് സ്വദേശം. സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങളെ പറ്റി സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞിട്ട് ഒരുപാട് കാലത്തെ പരിചയമുണ്ട് സാദി ഇന്ത്യയുമായിട്ട്. അപ്പോൾ സ്നേഹവീടിന്റെ പ്രവർത്തനം കണ്ടറിഞ്ഞ് സാദി ഇന്ത്യയെ നേരിട്ട് വിളിച്ച് സ്നേഹവീടിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹവീടിന്റെ കൂടെ ഇന്ന് 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ചീഫ് ഗസ്റ്റ് സുമി, നമ്മുടെ ഈ സദനത്തിലെ അമ്മമാരെ, അച്ഛന്മാരെ, സ്നേഹവീടിൻ്റെ സ്നേഹപുഷ്പമായ സാദിക്ക, മറ്റ് സ്നേഹപുഷ്പങ്ങളെ, സ്നേഹവീട്ടിൽ കൂടെ സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഞാൻ ഏകദേശം ഒരു 4-5 വർഷക്കാലമായിട്ടാണ് ഈ സ്നേഹവീട്ടിൽ എത്തിച്ചേർന്നത്. അപ്പോൾ കുറേ പരിപാടികളൊക്കെ നടത്താൻ പറ്റി. കുറേ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കാണുകയും അവരുടെ കൂടെ കുറേ സമയം ചെലവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ അച്ഛനമ്മമാർക്ക് ഒരുപാട് മക്കളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് അച്ഛനമ്മമാരുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്നേഹവീടിന്റെ എല്ലാമായ ജുനൈദിന് 2 മാഷാണ് 2 വാക്ക് സംസാരിക്കാൻ. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സ്നേഹവീടിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാദിക്ക പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതിലൊന്ന്, നമ്മെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മളെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും
മറക്കരുത്. നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും ചതിക്കാൻ പാടില്ല. സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ജാതിക്കും മതത്തിനും വർണ്ണത്തിനുമെല്ലാം അതീതമായിട്ട് സ്നേഹത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കൂട്ടായ്മ സ്വാതി ഇന്ത്യ ദുബായിലെ ജബീർ പാർക്കിൽ വെച്ച് രൂപം കൊണ്ടിട്ടുള്ളത്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് എൻ്റെ ഒരു അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ജന്മമായ ഒരു ഹാൻഡിക്യാപ്റ്റാണ്. അവർക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ മനസ്സിലായിട്ട് കുറേ അതേപോലെ കുറച്ച് കുട്ടികൾ ആൾക്കാരെയും നമുക്ക് പിന്നെ അനിയത്തെ പോലെ അപമാന കാര്യങ്ങളൊക്കെ കിട്ടും. അവരെ നോക്കാവുന്ന വഴിയാണ് തന്നെ സ്ഥാപനം തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും കിട്ടിയപ്പോൾ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അതുപോലെ നമ്മുടെ ഗസ്റ്റ് സുമി അജിത്തിനോട് രണ്ടു വാക്ക് സംസാരിക്കും. നമസ്തേ, എൻ്റെ പേര് സുമിയ ജിത്തുമാണ്. വീട് ചാലക്കുടി കുടകിലാണ്. ചീഫ് ഗസ്റ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ. ആദ്യം അതാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മോളായിട്ടാണ് പറയുന്നത്. ചീഫ് ഗസ്റ്റ് കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കുറച്ച് താല്പര്യമുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്പിരിച്വൽ ടീച്ചറാണ്, ഡിവൈൻ ടീച്ചറാണ്, സ്വിമ്മിങ് ടീച്ചറാണ്, കരാട്ടെ മാസ്റ്ററാണ്, മെന്റലിസ്റ്റാണ്, ഒക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഞാൻ അതായത് ഇവിടേക്ക് വന്നിട്ടുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വന്നവർക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ കുറെ കേട്ടിരുന്നു. ഞാൻ പോവാറുണ്ട് ഇതുപോലെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ. എന്റെ പിറന്നാളിന് അവരുടെ കൂടെ ഇരുന്നിട്ടാണ് ബാലിക സദൻ, വൃദ്ധസദനങ്ങൾ, അങ്ങനെയൊക്കെ മാക്സിമം അവരുടെ കൂടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. നിങ്ങളുടെ പരിചയം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ മാത്രം എനിക്ക് ഈ കഴിഞ്ഞ 24-ാം തീയതി ആയിരുന്നു പിറന്നാള്. അത് സാധിച്ചില്ല. പക്ഷെ ഇവിടെ എത്തിച്ചേരാൻ പറ്റി. അത് എന്താ പറയാ, ഭയങ്കര സന്തോഷം തന്നെയാണ്. ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വാക്കുകൾ എന്നോട് പറയാൻ കിട്ടില്ല സന്തോഷം കൊണ്ട്. അതുകൊണ്ട് എല്ലാ ആശംസകളും, എല്ലാ വക നന്മകളും ഇവിടെ ഉണ്ടാവട്ടെ. ഞങ്ങൾ വന്നുകൊണ്ടല്ല, അല്ലാണ്ടും ഇത് ഒരുപാട് പേര് സഹായിച്ച് വലിയൊരു എന്താ പറയാ സന്തോഷം നിറഞ്ഞ ഒരു വലിയൊരു കുടുംബം തന്നെയായി മാറട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ കഴിയുന്നതും എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് കഴിയുന്നതും ഇവിടേക്ക് എല്ലാ നന്മകളും ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ആത്മാർത്ഥമായി പറയാണ്. താങ്ക് യു. താങ്ക് യു സുമി. അതുപോലെ സുമിയുടെ പ്രിയ കൂട്ടുകാരി, സുമിയുടെ കൂടെ ഉണ്ടാകുന്ന പ്രിയ രണ്ടു വാക്ക് സംസാരിക്കും പ്ലീസ്. ഞാൻ ആക്ച്വലി ഒരു ഡാൻസറാണ്. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്സാണ്. പ്രൊഫഷണലായിട്ട് ഫാഷനായിട്ടും ഡാൻസും ബിസിനസ്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി, അതായത് രാമകൃഷ്ണൻ മാസ്റ്റർ ആറടി ആളുടെ സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ഡാൻസ് ക്ലാസ്സിൽ തന്നെ ഒരുപാട് സംഘടനകൾ, ഒരുപാട് ഹെൽപ്പ് നമ്മൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക്, അതിപ്പോ നമ്മളോട് ഭയങ്കര സഹതാപത്തോടുകൂടി നോക്കണതല്ല, സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. നമുക്ക് എന്താ വയ്ക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള പറ്റുന്ന സമയത്ത് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളും പോകാറുണ്ടായിരുന്നു. ഇവിടേക്ക് ആദ്യമായിട്ടാണ്. അതോടെ വന്നതിന് ശേഷം ശാരദ മാം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം വിഷമം തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരു കുടുംബം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ഒരു 4-5 പേരുള്ള ഒരു കുടുംബം പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം ആൾക്കാർ ഉൾക്കൊള്ളിച്ച് നല്ല സ്നേഹത്തോടെ എത്രയൊരു മനസ്സെടുത്ത് റിസ്ക് എടുത്ത് നോക്കാന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാനുള്ളത് മാക്സിമം ഹെൽപ്പ് ചെയ്യാം. പ്രിയയുടെ വാക്കുകൾ എല്ലാവരും മനസ്സിൽ കുറിച്ചു കേട്ടോ. നല്ല വാക്കുകളാണ്. അതോടൊപ്പം നമ്മൾ ഇന്നിവിടെ എത്തിച്ച സരസ്വതി രണ്ടു വാക്ക് പ്ലീസ്. സരസ്വതിയുടെ കുഞ്ഞാണ് കേട്ടോ. സരസ്വതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ഓട്ടിസം ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിനെ മാറ്റി നിർത്തി. അതിവിടെ നമുക്ക് സാക്ഷിയാണ്. പക്ഷെ ഇതും അതുപോലൊരു കുഞ്ഞാണ്. പക്ഷെ ആ കുഞ്ഞിനെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് അറിയാം. അപ്പോ എന്താ പറയാ, ഒരു നല്ല അമ്മയാണ്, സ്നേഹനിധിയായ ഒരു അമ്മ. ഒന്ന് കൈയ്യടി കൊടുക്കുക. ഇങ്ങനെയുള്ള അമ്മമാരുണ്ടാവട്ടെ. ഇൻസ്റ്റാഗ്രാം ചാറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ടീച്ചറിനെ കൊണ്ട് കഴിയുന്നൊരു സാധിക്കാൻ പരിചയപ്പെട്ട്
ഞാൻ വീട്ടിലെത്തിപ്പെട്ടത് നല്ലൊരു ഇതിലെത്തിപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പെല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചേട്ടന് അവരെ കണ്ടു, ക്യാമ്പിൽ വെച്ച് കണ്ടു. അപ്പോൾ അവരോട് എന്നെ ഇഷ്ടപ്പോൾ അവരിങ്ങനെ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഞാൻ സർക്കാരോട് സംസാരിച്ചത് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാൻ ചാൻസ് ഇല്ല. നമ്മളിവിടെ നിൽക്കുന്ന ആളുകള് പല ജാതിയിൽപ്പെട്ട ആളുകളാണ് അല്ലെ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. അപ്പോഴാണ് ഒരു കഥ വന്നത്. നമ്മുടെ ഫിലിം സ്റ്റാർ ശ്രീനിവാസിന് ലൈനായിട്ട്, അതായത് പ്രേമിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അന്നത്തെ കാലത്ത് ക്യാഷ് ഒന്നുമില്ല പുള്ളിക്കാരൻ്റെ അടുത്ത്. ഇപ്പൊ വിവാഹമായപ്പോ പുള്ളിക്കാരന് അമ്മനോട് പറഞ്ഞു താലിമാലൊക്കെ വാങ്ങിച്ചിട്ട് വേണം കെട്ടാൻ. പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊന്നും ആവശ്യമില്ല, അമ്പലത്തിൽ പോയി കെട്ടിയാൽ മതിയോ. അത് പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ അടുത്താണെങ്കിൽ 5 ക്യാഷ് ഇല്ല. അങ്ങനെ പുള്ളിക്കാരൻ നേരെ പോയത് നമ്മുടെ നടന്നിട്ടല്ലോ ഇന്നസെന്റ് ആയിട്ട്, അദ്ദേഹം ക്രിസ്ത്യാനിയാണല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു നീ പഠിക്കണ്ട, ഞാൻ തരാമെന്ന് പറഞ്ഞു. എവിടുന്ന ക്യാഷ്? എന്റെ ഭാര്യന്റെ മാല വെച്ചെടുത്ത് 400 രൂപ അദ്ദേഹം കൊടുത്തു. ഓക്കെ, ഇന്നസെന്റ്. അങ്ങനെ മമ്മൂട്ടിന്റെ അടുത്ത് പോയി. മമ്മൂട്ടിനോട് കല്യാണം ക്ഷണിക്കാൻ പോയതാ. മമ്മൂട്ടിനോട് പറഞ്ഞു കല്യാണത്തിന് അവരൊന്നും വേണ്ട, സദ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ 2000 രൂപ കടമായിട്ട് തരണം പറഞ്ഞു. മമ്മൂട്ടി അത് എടുത്തു കൊടുത്തിട്ട് മമ്മൂട്ടി പറഞ്ഞു നീ പൊക്കോ, ഞാൻ കല്യാണത്തിന് വരും പറഞ്ഞു. 400 രൂപ കൊടുത്ത് ക്രിസ്ത്യാനിയാണ്, 2000 കൊടുത്ത് മുസൽമാനാണ്, ഹിന്ദുവായ ശ്രീനിവാസന്. അപ്പോ ജാതിയിലോ മതത്തിലോ ഒന്നുമല്ല കാര്യം, മനുഷ്യത്വമാണ് വേണ്ടത്. സ്നേഹമാണ് അഖില സാഗരം. കൊടുക്കാറുണ്ട്. ഈ വർഷത്തെ 2024 സ്നേഹവീടിന്റെ ചാരിറ്റി അവാർഡ് നമ്മൾ കൊടുക്കുന്നത് ആയിഷാന ഓൾഡ് ഏജ് ഹോമിന്റെ ഡയറക്ടറും അതേപോലെ തന്നെ ഫൗണ്ടറുമായിട്ടുള്ള ശാരദ നായർ അവർ ഏറ്റുവാങ്ങാനായിട്ട് സ്നേഹവീട് എല്ലാവരും ക്ഷണിക്കുകയാണ്. താങ്ക് യു ശാരദ നായർ, താങ്ക് യു. അടുത്തതായി സ്നേഹവീടിന്റെ ചാരിറ്റി അവാർഡ് 2024 നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഓൾഡ് ഹോമിന്റെ മാനേജറായിട്ടുള്ള മിസ്റ്റർ ജിജേഷ് ബാലൻ. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സമ്മാനം കൊടുക്കുന്നത് സുനിൽ കൊയിലാണ്ടിയെ ക്ഷണിക്കുന്നു. താങ്ക് യു ജിജേഷ് ബാലൻ. അടുത്തതായി ബെസ്റ്റ് സ്മൈൽ ഓഫ് 2024 ഏറ്റവും ചിരിക്കുള്ള ഒരു അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സുമി അജിത്തിനെ സ്നേഹാദരം ക്ഷണിക്കുകയാണ്. സമ്മാനം കൊടുക്കുന്നത് അനിൽ അരികുളം. താങ്ക് യു. തീരത്തോ ആഹോളോ ഓരത്തോ സ്വപ്നം കൊണ്ട് തീരത്തോ ആരത്തോ സ്വപ്നം കൊണ്ട് നൽകി
എന്റെ പ്രിയ മാതാവ് ഹാജറ വന്നു വരും പ്ലീസ്. നമ്മുടെ സരസ്വതിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഹാജറാമ തന്റെ കുഞ്ഞിനെ കൂടെ ചെറിയ കുഞ്ഞിനെ പോലെ കൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോ ഇതും ഒരു സ്നേഹനിധിയായ അമ്മയാണ്. ഉമ്മ 2 വാക്ക് പറയും നമ്മളോട്. കുറേ കാലമായിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശാരദാമ്മയുടെ ഈ സ്ഥലം കാണണമെന്ന് ആഗ്രഹിച്ച് വന്നതായിരുന്നു. പക്ഷെ എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ഒരുപാട് നന്മ മരങ്ങളെ കൂടെ കാണാൻ സാധിച്ചു എന്നതാണ് ഇന്നത്തെ ഈ വരവിലുള്ള സന്തോഷം. എന്തായാലും നിങ്ങൾ ശാരദാമ്മയെ ആദരിച്ചത് വളരെ കറക്റ്റാണ്. അത് ആദരിക്കപ്പെടേണ്ടവളാണ് അവര്. ഇത്തരം ഒരു കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ വിട്ടുപോയി. അവര് ആ വല്യമ്മ, അതായത് മുത്തശ്ശിയാണ് അവര്. ആ മുത്തശ്ശി ഇത്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നന്നായിട്ട് വളർത്തുന്നുണ്ട് ആ മോളെ. തീർച്ചയായിട്ടും അവരുടെ ഈ സംരംഭത്തെ അതിന് ഒരുപാട് നന്മകൾ ഞാൻ നേരുന്നു. ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീടുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീടുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് 3 പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയപ്പെടുന്നത്. അതായത് സ്നേഹയുടെ ഷുക്കൂർ പറഞ്ഞൊരു വിവരം മാത്രമേ എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ ഞാൻ ഷുക്കൂറിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു സത്യം പറഞ്ഞാല്. കാരണം ഇതുപോലെയുള്ള ഒരു ചാരിറ്റി പ്രവർത്തനമാണ് സ്നേഹയുടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് അറിയാതെയായിരുന്നു ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഇന്നത്തെ നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനം കണ്ടപ്പോൾ വളരെ സന്തോഷവും നിങ്ങളൊക്കെ ഓടുള്ള ബഹുമാനവും ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നിങ്ങൾ ചെയ്ത സേവനവും നിങ്ങൾ കാരണം എനിക്ക് വേറെ 2 പ്രസ്ഥാനങ്ങളാണ്. നമ്മൾ ഹാജുർമതാക്കയും അതുപോലെ തന്നെ ശാരദാമ്മയെ നേരത്തെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോ സ്നേഹവലിയിലൊപ്പം മറ്റു 2 പ്രസ്ഥാനങ്ങളും 3 പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു വളരാൻ ഈ സംഗമം ഹേതുവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദന ശരിക്കും അനുഭവിക്കുന്ന ഒരാളാണ്. ആ ഉമ്മച്ചിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ 2 വരി. പാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്നു 6 അടി മണ്ണിലാണല്ല. ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പം നീറുന്നല്ല. കനീവിന്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമ നിന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. താങ്ക് യു. അപ്പോ ഇവിടെ അനുഭവങ്ങളുള്ള ആളാണ്. 7 മക്കളായിരുന്നു. അപ്പോ ഭൂമിയിൽ ജീവിച്ചപ്പോ ഒരുപാട് സന്തോഷവും സങ്കടവും കണ്ണീരൊക്കെ ഉള്ള ജീവിതമായിരുന്നു. ഒരുപാട് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി.
തങ്കമണി അമ്മ ഒരു ദിവസം ഇവിടുന്ന് പോയി. നമ്മളെല്ലാവരും പോകും, നമ്മളെല്ലാം ഇവിടെ ഗസ്റ്റ് ആണ്. വൺ ഡേ യു വിൽ ഗോ. അങ്ങനെ തങ്കമണി അമ്മ വേറൊരു ലോകത്തേക്ക് പോയി. സ്വർഗത്തിലാണ് തങ്കമണി അമ്മ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മുടെ സുന്ദരിയായ തങ്കമണി അമ്മ സ്വർഗത്തിലാണ്. അങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സുന്ദരിയായിട്ട്. അവിടെയും സുന്ദരിയാണ്. അപ്പോ തങ്കമണി അമ്മനോട് ഈ ഓൾഡ് ഏജ് ഹോമിലെ ശാരദാമ്മ ചെന്നിട്ട് ചോദിച്ചു, ആ തങ്കമണി സുന്ദരിയാണല്ലോ, ഇപ്പൊ 90ന്റെ പ്രായമൊന്നും ഇല്ല അല്ലേ, കുട്ടിയാണല്ലോ, വേലി വേണമെന്ന് ചോദിച്ചു. വേലി വേണ്ട. മക്കള് വേണമെന്ന് ചോദിച്ചു. മക്കൾ ഒട്ടും വേണ്ട. ഭൂമിയിൽ ജീവിച്ചപ്പോ എനിക്ക് 7 മക്കളുണ്ടായിരുന്നു. ഒടുക്കം ആശ്വാസമായി തീർന്നത് ഈ ഏഷ്യാന ഓൾഡ് ഏജ് ഹോം ആയിരുന്നു. വലിയ സന്തോഷം. ഭൂമിയിൽ എനിക്ക് സംരക്ഷണം തന്നത് ശാരദമ്മയായിരുന്നു. ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ചോദിച്ചു, എന്താണ് ഇനി സ്വർഗത്തിൽ വലിയ ആഗ്രഹം ചോദിച്ചു. അപ്പോ കണ്ണുനീരോട് പറഞ്ഞു, എനിക്ക് എന്റെ മക്കളെയും പേരമക്കളെയും കാണണം. അങ്ങനെ ഒരു ദിവസം സ്വർഗത്തിന് പുറത്താണ് ഇവരൊക്കെ, അകത്തേക്ക് കയറാൻ പറ്റില്ല. കാരണം അവർ ഭൂമിയിൽ നന്മ ചെയ്തിട്ടില്ല, തന്റെ മാതാവിനെ പൊന്നുപോലെ നോക്കിയിട്ടില്ല. അപ്പൊ അവരിങ്ങനെ എത്തി നോക്കുകയാണ്. ആരാ? അത് ഞങ്ങളുടെ അമ്മൂമ്മയാണല്ലോ. വലിയ മക്കളെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ നിന്ന് ഞങ്ങള് അമ്മമ്മേനെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ദൈവം ഞങ്ങളെ സ്വർഗത്തേക്ക് ആക്കൂല, നരകത്തിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ഏത് ദൈവം അമ്മ പറഞ്ഞാൽ കേൾക്കും, എന്റെ മക്കൾ വരിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ മക്കൾക്ക് മനസ്സിലാവുന്നത് ആ അമ്മയെ ഭൂമിയിൽ നിന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എത്രത്തോളം നന്നായിരുന്നു എന്ന്. അങ്ങനെ ആ മക്കളും പേരമക്കളൊക്കെ അമ്മയുടെ അടുത്തേക്ക്, തങ്കമണി അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. 2 കവിളത്തും മാറി മാറി അമ്മ മുത്തം നൽകുകയാണ്. അങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന തങ്കമണി അമ്മ, സുന്ദരിയായ തങ്കമണി അമ്മ. എനിക്കിവിടെ വന്നപ്പോ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ കയറിയ ഒരു മുഖമാണ് ആ തങ്കമണി അമ്മ. കയറിക്കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ, ആരോട് ഈ ഭൂമിയിലെ ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ പറയും. ആ അമ്മ പറഞ്ഞ ആഗ്രഹം എന്താ വെച്ചാൽ, ഒരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല. ഈ ഭൂമിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോകണം എന്നാവും. അങ്ങ് കടന്നു പോകുമ്പോ അമ്മ നേരെ പോകുന്ന സ്വർഗത്തിലേക്കായിരിക്കും. അമ്മനെ അവിടെ എന്താ പറയാ, പൊന്നു പോലെ നോക്കാൻ ഒരുപാട് മാലാഖമാരുണ്ടാവും. ദിസ് വാസ് മൈ ഡ്രീം. തങ്കമണി അമ്മ, ലവ് യു. മാനം തുറന്നിരക്കാനും നീ എല്ലാ താരുമില്ല കോനേ, എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്ന്, നേർവഴി കാട്ടി പിഴവെല്ലാം പുറത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ. നെഹ്മത്തും റഹ്മത്തും നിനക്കെന്റെ പാരാനേ. പരമതയാപ്പരനായ ഒരു സുബ്ഹാനേ, എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കണ റഹ്മാനേ. അല്ലാഹുവല്ലാതാരുമില്ല രക്ഷ എനിക്ക്, ആദിയോനെ ഇന്നെനിക്ക്. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനേ, എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നമ്മുടെ മുബി. ഇന്ന് കണ്ണൂരിൽ നിന്ന് എത്ര മണിക്കാ പോകുന്നത്? 2:30 മണിക്ക് രാത്രി. ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ കാണാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് 2:30 മണിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോരുമ്പോ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവൂലേ? അപ്പൊ അവരെ മനസ്സിന് കൊടുക്കുന്ന ഒരു കൈയടി, ഒന്ന് കൈയടിച്ച് പ്ലീസ്. അടുത്തായിട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിലൊരു നന്മ. പാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്ന് 6 അടി മണ്ണിലാണെന്ന ആ മുഖം മനസ്സിൽ തെളിയുമ്പോൾ നോവുന്നല്ല. കാൽപാദം സുവർഗമ നബിയോരും അരുളിയ പരിശുദ്ധ ജന്മമാണിന്നെന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ.
ഈ കണ്ണ് നനഞ്ഞു കുളിർന്നു ഞാൻ പാടവേ, ഈ കല്ല് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ഈ കണ്ണ് നനഞ്ഞു കുളിർന്നു ഞാൻ പാടവേ, ഈ കല്ല് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാഥ, ജീവൻ തന്ന നാഥ, ജന്മം തന്ന നാഥ, ജീവൻ തന്ന നാഥ, കരയാൻ തിരിച്ചവനോ ഞാനീ ദുനിയാവിൽ, കരയാൻ തീർത്തവനോ യാ റഹ്മാനല്ലാഹ്. കൃഷ്ണ ഇന്നെ മുമ്പിൽ വീരങ്ങീരേനെ ഈരൂരിഞ്ഞോ മേഘനാഥ കൃഷ്ണ ഇരഞ്ചോദിക്കൂ നിറഞ്ഞ രൂപ ഉണ്ണി ഗോപാലകമരനേത്ര കൃഷ്ണ ഉള്ളേ വന്നു വാസിച്ചിടേനേ. കവിളിലെ കരളിലെ മധുമണി പൊഴിഞ്ഞു പുതുമരം കരകട്ടി നിറഞ്ഞു പൊഴിഞ്ഞു അതുകൊണ്ട് തമിഴങ്ങൾ നിലവിൽ തെളിഞ്ഞു കവിളിലെ കരളിലെ മധുമണി പൊഴിഞ്ഞു പുതുമരം കരകട്ടി നിറഞ്ഞു പൊഴിഞ്ഞു അതുകൊണ്ട് തമിഴങ്ങൾ നിലവിൽ തെളിഞ്ഞു എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പറാണോ? ഇഷ്ടായ? വെരി ഗുഡ്. ഫുഡ് എങ്ങനെയുണ്ട് ഇതിൽ? പൊട്ടറ്റോ പിടിക്കും.
പേര്? ഫഹദ് കയ്യോളി, അലി കോട്ടക്കൽ, അബ്ദുസലാം കോട്ടക്കൽ, അനിൽകുമാർ അരിക്കുളം, സുധീർ പാണ്ടിക്കാട്, സുനിൽകുമാർ കൊയിലാണ്ടി, പ്രിയ ചാലക്കുടി, ചുക്കൂർ കോട്ടക്കൽ, ആരിഫ് എടപ്പാട്, വിനീത് അരികോട്, സരസ്വതി മലപ്പുറം, എവിടെ? മുബീന മാലൂർ, ശരിക്കും പറഞ്ഞ വേണമെങ്കിൽ മുബീന കണ്ണൂർ, എന്റെ സ്ഥലം എല്ലാവർക്കും അറിയാൻ